എൻ്റെ അമ്മയൊക്കെ പറയുവേ, ഇപ്പോൾ മെൻസ്ട്രേ പെയിനൊക്കെ ഉള്ള പെൺകുട്ടികൾ, എൻ്റെ പ്രായത്തിലുള്ള പെൺകുട്ടികളൊക്കെ വരുമ്പോൾ ഇതൊക്കെ നമ്മൾ കുറേ കണ്ടിട്ടുള്ളതല്ലേ, ഇതൊക്കെ നമുക്കില്ലാത്ത വേദനയാണോ നിങ്ങൾക്ക് എന്നൊക്കെ എൻ്റെ അമ്മയുടെ പ്രായത്തിലുള്ള സ്ത്രീകളൊക്കെ ചോദിക്കും. ഓരോ ആളുകൾക്കും ഈ മെൻസ്ട്രൽ പെയിൻ ഉണ്ടല്ലോ, അത് പീരിയഡ്സിൻ്റെ പെയിൻ വ്യത്യസ്തമാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതെന്താ ഇപ്പോൾ പെൺകുട്ടികൾക്ക് ഓരോ ആളുകൾക്കും ഓരോ പെയിൻ വരാനുള്ള കാരണം ഇപ്പം എന്താ? ഒരു ദിവസം ലാസ്റ്റ് ചെയ്യുന്ന ഏതൊരു പെയിനും എത്രമാത്രം കൂടുതലാണെങ്കിൽ പോലും ഒരു ദിവസമുള്ള പെയിന് നമ്മളത് നോർമലായിട്ട് എടുക്കുകയുള്ളൂ. പക്ഷേ ആ പെയിൻ കണ്ടിന്യൂ ചെയ്യാമെന്ന് വയ്ക്കുക, ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ, അങ്ങനെ പോകുന്ന പെയിൻ്റെ പുറകിൽ എന്തെങ്കിലും ഒരു പാത്തോളജി കാണും. പിന്നെ ഒരു എക്സസൈസ് പാറ്റേൺ ഉണ്ടല്ലോ, പണ്ടത്തെ കുട്ടികൾ കൂടുതൽ ഓടിച്ചാടി നടക്കുന്നവർക്ക് ഇത്രയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം പുതിയ ജനറേഷൻ കുട്ടികൾക്ക് പെയിൻ കൂടുതലാണ്. നമ്മൾ ഈ പെയിൻ നോർമൽ ആണെന്ന് പറഞ്ഞ് ഒരിക്കലും അത് തള്ളിക്കളയാൻ പാടില്ല. ടു സം ഡിഗ്രി മാഡം പറഞ്ഞു, അതിൽ ഒരു ദിവസം വരുന്ന പെയിന് കുറച്ചൊക്കെ വന്നു, നമ്മളൊരു ടാബ്ലറ്റ് എടുത്താൽ കുറഞ്ഞു, അതൊക്കെ കുഴപ്പമില്ല, നോർമലാണ്. പക്ഷേ ദിവസങ്ങളോളം പെയിൻ വരുന്നത്, പീരീഡ് വരുന്നതിന് മുമ്പേ പെയിൻ വരുന്നത്, നിന്നിട്ടും നിൽക്കാത്ത പെയിൻ വരുന്നത്, ഇതൊക്കെ എന്തോ അസുഖത്തിൻ്റെ ലക്ഷണമാണ്. പക്ഷേ അതിനെ മിക്കവാറും ആൾക്കാർ ഇത് പീരീഡിൻ്റെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞ് അങ്ങ് തള്ളിക്കളയും. ഈ പിള്ളേർ അവർ ആശുപത്രി വന്ന് നമ്മളതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടു കൊടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ പോലും വെറുതെ ഒരു വർഷങ്ങൾ അത് വെച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് എൻഡോമെട്രിയോസിസ് ആണ്. എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന ഈ ബ്ലഡ് എവിടെയെങ്കിലും വെളിയിൽ വരുന്നതിന് പകരം എവിടെയെങ്കിലും അത് കെട്ടിക്കിടക്കുന്നത്, ആ സ്കാനിനകത്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്ന, അതിന് മരുന്നുകളുണ്ട്, ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, സർജറി ഉണ്ട്, ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അപ്പം എല്ലാ പെയിനും അത് നീ വേദന അങ്ങ് സഹിച്ചോ, നമ്മളും കുറേ സഹിച്ചിട്ടുണ്ട്, അതൊരിക്കലും നമ്മളങ്ങനെ പറഞ്ഞ് തള്ളിക്കളയാൻ പാടില്ല.